പനയമ്പാടം വാഹനാപകടത്തിൽ മരിച്ച റിദ ഫാത്തിമയുടെ കുടുംബത്തിന് നാസർ മാനുവിന്റെ നേതൃത്വത്തിൽ വീടൊരുങ്ങും. കരിമ്പനയ്ക്കൽ അബ്ദുൾ റഹ്മാൻ 3 സെന്റ് സ്ഥലം നൽകും. കരിമ്പ അപകടത്തിൽ മരണപ്പെട്ട 4 കുട്ടികളിൽ വീടില്ലാത്ത റിദ ഫാത്തിമയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ സുമനസ്സുകൾ സന്നദ്ധതയറിയിച്ചതായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു പറഞ്ഞു. 2 കുടുംബങ്ങളുടെ പ്രയാസത്തെക്കുറിച്ച് ചാനൽ ചർച്ചയ്ക്കിടെ പൊതുപ്രവർത്തകനായ MS നാസർ നടത്തിയ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാസർ മാനു ഈ വിഷയത്തിലിടപെട്ടത്. ഈ പറയപ്പെട്ട റിദ ഫാത്തിമാന്റെ വീടാണ് ഏറ്റവും വലിയ. അവരാണ് വാടക വീട്ടിലുള്ളത്. ആ ഉപ്പ നിത്യരോഗിയാണ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഒരുപാട് കടത്തിലാണ്. അപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട നാസർ ഖാനെ മറക്കാൻ കഴിയില്ല. നാസർ ഖാൻ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഒരു സ്ഥാനത്തിന്റെ വകുപ്പിലല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടത്. അത്രയും നന്മയുള്ള മനസ്സിന്റെ ഉടമസ്ഥനാണെന്ന് ബോധ്യമായി. അപ്പോൾ അദ്ദേഹമാണ് ഈ വിഷമം നേരത്തെ വിളിച്ച് അഷ്റഫ് ഖാനോട് പറഞ്ഞു. അഷ്റഫ് ഖാൻ എന്നോട് ഈ വീട് അറിയിച്ചു. അത് പ്രകാരം ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അൽഹംദുലില്ലാ അവർക്ക് ഇൻഷാ അല്ലാഹ് നാളെ രജിസ്ട്രേഷനുള്ള പരിപാടി നടത്തുന്നുണ്ട്. അതൊരാഴ്ച കൊണ്ട് രജിസ്റ്റർ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത ആഴ്ച വർക്ക് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരിമ്പനയ്ക്കൽ അബ്ദുൾ റഹ്മാൻ ഹാജി വീടിനാവശ്യമായ 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകും. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ വീട് നിർമ്മാണം ആരംഭിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതിയിലേക്ക് 1 ലക്ഷം രൂപയും കൈമാറി. മരണപ്പെട്ട മറ്റൊരു കുട്ടിയുടെ കുടുംബത്തിന്റെ വീട് നവീകരിക്കാമെന്നും ഏറ്റിട്ടുണ്ട്. അത് ഏകദേശം ഒരു 750 സ്ക്വയർ ഫീറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം 3 സെന്റ് സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഹാജിക്ക് അബ്ദുറഹ്മാൻ ഹാജി കരിമ്പനക്കൽ എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹി ഇവിടെ തന്നത്. വീട് നിർമ്മാണത്തിനുള്ള അഡ്വാൻസ് ബഹുമാനപ്പെട്ട അദ്വൈജിക്ക പറഞ്ഞ സംഖ്യയുണ്ട് 3 ലക്ഷം. അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട നാസർ ഖാനെ ഏൽപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ ഇതിന്റെ വർക്ക് തുടങ്ങും. UTV ന്യൂസ്, പാലക്കാട്.